അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, കേരളക്കരയിലെ മുസ്ലിങ്ങൾ ഇന്ന് നേരിടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രശ്നം അത് ഈ പണ്ഡിതന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട അറിവില്ലാത്ത മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്ന മുസ്ലിയാക്കന്മാരാണ്, പണ്ഡിത വേഷധാരികളാണ്. ഇത്തരം ആളുകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ വളരെ കൃത്യമായ സൂചന നൽകിയിട്ടുണ്ട്. ദജ്ജാലൂനൽ കദ്ദാബൂൻ, നുണയന്മാരായിട്ടുള്ള ദജ്ജാലുകൾക്ക് സമമായിട്ടുള്ള ആളുകളെ ദീനിൽ നിന്ന് തെറ്റിക്കുന്ന, വഴി തെറ്റിക്കുന്ന ആളുകൾ. ഇവരുടെ മുഖ്യമായ പ്രവർത്തനം ആളുകളെ ചൂഷണം ചെയ്യുക, അവരുടെ സമ്പത്ത് കൈക്കലാക്കുക, വിശ്വാസം തെറ്റിക്കുക ഇത്യാദി മേഖലകളാണ് ഇവർ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരായത്ത് പോയിട്ട് അര ആയത്ത് പോലും ഇത്തരം ആളുകളുടെ വായിൽ നിന്ന് പൊതുവേദികളിലൂടെയും അല്ലാതെയും വരാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തരം മുസ്ലിയാക്കന്മാരായ പതിവായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഖാലിഖ് അല്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി മൊഹീദ്ദീൻ ഷെയ്ഖിനെയോ CM വലിയനെയോ ആരെ വേണമെങ്കിലും വിളിക്കാം, ആരോട് വേണമെങ്കിലും ദുആ ചെയ്യാം എന്നൊക്കെയാണ് അവരുടെ വാദം. ചില മുസ്ലിയാക്കന്മാർ പറയും, വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മുജാഹിദുകൾ കൊണ്ടുവന്നതാണ്, അത് ഞങ്ങളുടെ പരിപാടിയല്ല, ഞങ്ങൾ അങ്ങനെ സഹായം തേടാറില്ല എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ പറയാറുണ്ട്. എങ്കിലും നിരവധി കേന്ദ്രങ്ങളിലായിക്കൊണ്ട് ഇവർ നേരിട്ട് പ്രാർത്ഥിക്കുന്നതിന്റെ വീഡിയോകളും ഒക്കെ നാം കണ്ടിട്ടുണ്ട്. ഇപ്പൊ കുറെ വീഡിയോകൾ പറയാതിരിക്കാൻ വയ്യ. കുറേ മുസ്ലിയാക്കന്മാർ പല കേന്ദ്രങ്ങളിലായിട്ട് മരത്തിന്റെ ചുവട്ടില് ജാറമുണ്ടാക്കിക്കൊണ്ട് മരം ഔലിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മരത്തിന്റെ ചുവട്ടിൽ വലിയ ജാറങ്ങൾ, നീളമുള്ള ജാറങ്ങളൊക്കെ തീർത്തുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു മുസ്ലിയാര് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. അദ്ദേഹം ഈ വലിയുള്ളാനോട് നേരിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതായത് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആവശ്യം? ഈ മരണം സംഭവിക്കരുത്. എങ്ങനത്തെ മരണം? അപകട മരണങ്ങൾ സംഭവിക്കരുത്, അതുപോലെ തന്നെ കീറി മുറിക്കുന്ന രോഗങ്ങൾ വരരുത്. അങ്ങനെ ഭൗതികമായിട്ടുള്ള നിരവധി ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന. അത് നമുക്ക് ആദ്യമായിട്ടൊന്ന് കേൾക്കാം. കേട്ടല്ലോ, ഇതാണ് പ്രാർത്ഥനയുടെ രൂപം. ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? റഹ്മാനായ റബ്ബിനോടാണോ? അല്ല, ഇവിടെ ഈ വലിയുള്ളാനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ ചോദ്യം ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ഖാലിഖ് അല്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി ആരോട് പ്രാർത്ഥിക്കുക എന്നതാണ്. എന്താണ് ഖാലിഖ്? സൃഷ്ടാവല്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി, അത് ആകാശഭൂമികളെ സൃഷ്ടിച്ച ആളല്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി, അതാണ് ഖാലിഖ് അല്ല. ഇത്തരം അറബി പദങ്ങളെ കൊണ്ട് അമ്മാനമാടിക്കൊണ്ട് സാധാരണക്കാരെ പറ്റിക്കുന്ന കുറെ മുസ്ലിയാക്കന്മാരുണ്ട്. ഈ അടുത്ത ദിവസം ഞാൻ നേരിട്ട് പരിചയമുള്ള, അടുത്ത ബന്ധമുള്ള ഒരു മുസ്ലിയാരുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹം ഇതേ വാദം ഈ ബദ്രീങ്ങളോട് CM അടവൂരിനോടൊക്കെ പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതേ വാദം ഉന്നയിക്കുകയും ഞാൻ അതിന് തെളിവ് ചോദിക്കുകയും ചെയ്തു. പരിശുദ്ധ ഇസ്ലാമിലോ വിശുദ്ധ ഖുർആനിലോ അല്ലെങ്കിൽ പ്രവാചകന്റെ ഹദീസുകളിലോ താബിയങ്ങളോ താബിയങ്ങളോ സഹാബത്തോ ചെയ്തതായിട്ടുള്ള വല്ല രേഖകളോ, അതല്ലെങ്കിൽ ഇജ്മാ, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇജ്മാ ഉണ്ടോ, ഇതെല്ലാം ചോദിച്ചു. പ്രവാചകന്റെ കൗലിലുണ്ടോ, ഫിഅലിലുണ്ടോ ഇത്യാദി യാതൊരുവിധ തെളിവുകളും അവർക്ക് തരാൻ സാധിച്ചിട്ടില്ല. എന്താണ് കൗല്? പ്രവാചകന്റെ കൽപ്പനയാണ്, അതിനാണ് കൗല് എന്ന് പറയാ. എന്താണ് ഫിഅല്? പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചു തന്നാൽ അതിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫിഅല് എന്ന് പറയും. അതിനകത്തുണ്ടോ? ഇനി എന്താണ് ഇജ്മാ? ഈ സഹാബത്ത് ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു കാര്യത്തിൽ ഖണ്ഡിതമായ ഒരു തീരുമാനം, അതല്ലെങ്കിൽ സഹാബത്ത് പിൽക്കാലത്ത് അവരെല്ലാരും കൂടി ചേർന്നുകൊണ്ട് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ജീവിതചര്യയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സഹാബത്ത് നമുക്ക് കാണിച്ചു തന്ന വല്ല നിയമങ്ങളോ അങ്ങനെ വല്ലതും ഈ കാര്യത്തിനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് തരാൻ കഴിയുന്നില്ല. അതിന് പകരമായിക്കൊണ്ട് വേറെ പല വാദങ്ങളും
അതുപോലെ തന്നെ വിഘടനവാദങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളെ വെള്ളപൂശാനായിട്ട് അവർ ശ്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ സാധാരണക്കാർക്കിടയിൽ ഇത്തരത്തിലുള്ള അങ്കലാപ്പ് സൃഷ്ടിച്ചുകൊണ്ട് ഈ പൗരോഹിത്യം ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് ഇസ്ലാമിനകത്ത് ഇല്ലാത്തതാണ്. അടുത്തതായിട്ട് അമ്പംകുന്ന് നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു മുസ്ലിയാർ നടത്തുന്ന വാർത്താ സമ്മേളനമാണ്. അപ്പൊ അതിനകത്തേക്ക് വരുന്ന അപ്പപ്പെട്ടി ആരുടേതാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അത് കേട്ടതിന് ശേഷം നിങ്ങൾ വിലയിരുത്തണം ഈ അപ്പപ്പെട്ടി ഇസ്ലാമിൻ ദീനിനകത്ത് ഉള്ളതാണോ ഇല്ലേ എന്നുള്ള ഒരു വിലയിരുത്തല്. ഇതിനൊരുപാട് കിതാബുകളൊന്നും പഠിക്കേണ്ട കാര്യമില്ല. സാധാരണക്കാരന് മനസ്സിലാവും ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള അപ്പപ്പെട്ടിയാണെന്നുള്ളത്. അതൊന്ന് കണ്ടു നോക്കാം. കണ്ടല്ലോ, ഈ അപ്പപ്പെട്ടി മുസ്ലിമിന്റെ പേരിലുള്ള അപ്പപ്പെട്ടിയല്ല. ഇത് ഏതോ ഒരു ശ്രീധരേട്ടന്റെ പേരിലുള്ള അപ്പപ്പെട്ടിയാണ്. ഇവിടെ നമുക്കും കിട്ടണം പണം. ദീപസ്തംഭം മഹാശ്ചര്യം എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്കും കിട്ടണം പണം എന്നുള്ളത് മാത്രമല്ലാതെ ഇതിനപ്പുറത്തേക്ക് യാതൊരുവിധ ഉദ്ദേശവുമില്ല. ഇനി ഒരു മുസ്ലിയാര് അയാള് ഒരു കേന്ദ്രത്തിലേക്ക് കുറെ വിശ്വാസികളെയും കൊണ്ട് സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പോകുന്നുണ്ടല്ലോ. അങ്ങനെ കുറെ ആളുകളെ ഈ പണമൊക്കെ പിരിച്ചുകൊണ്ട് സിയാറത്ത് ടൂറിന് പോയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, മക്കളെ തരണം ഉപ്പാപ്പ, മക്കളെ തരണം ഉപ്പാപ്പ, രോഗം തരരുത് ഉപ്പാപ്പ, കുറെ വിശ്വാസികളൊക്കെ എത്തിയിട്ട് വഴി തെറ്റിക്കണം ഉപ്പാപ്പ. അതൊന്ന് കണ്ടു നോക്കാം നമുക്ക്. കണ്ടല്ലോ, ഇതാണ് ആളുകളെ ഉപ്പാപ്പയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഷിർക്ക് ചെയ്യിക്കുന്ന ഒരു മുസ്ലിയാര്, ഒരു പാവപ്പെട്ട മുസ്ലിയാരാണ്. അദ്ദേഹത്തിന് ജീവിക്കണ്ടേ സുഹൃത്തുക്കളെ? നിങ്ങൾ വേറെ എന്തെങ്കിലും രീതിയിൽ പൈസ കൊടുത്ത് സഹായിച്ചോളി. ഈ മാതിരി വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളില്, അക്കീതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആളുകളെ വഴി തെറ്റിച്ചിട്ട് ഇത്തരം പരിപാടികൾ ചെയ്താൽ ശാശ്വതമായിട്ടുള്ള നരകത്തിലേക്കാണ് ഈ പാവപ്പെട്ട ആളുകൾ പോകാനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചൂഷണം ചെയ്യാതെ, അവരുടെ വിശ്വാസം അതിനകത്ത് ഷിർക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവര് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ശാശ്വതമായ നരകമാണ് ഇത്തരക്കാർക്കുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ഈ സോഷ്യൽ മീഡിയയില് നിരവധി കാലങ്ങളായിട്ട് വരുന്ന ഒരു വെള്ളപ്പാറ്റയുണ്ട്. ഇത്ര പോകുന്നൊരു സാധനമാണ്. അതിന്റെ തൊള്ള ഭയങ്കര വലുപ്പമാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. CM മടവൂരിന്റെ കറാമത്തുകൾ പറഞ്ഞിട്ട് ആളുകളെ ഇങ്ങനെ ഇരുത്തുന്ന ഒരു ചങ്ങായിയാണ് ഈ ചങ്ങായി. ഈ പഹയൻ ആളുകളെ തെറ്റിച്ചത്ര വേറൊരാളും ആളുകളെ വഴികേടിലാക്കിയിട്ടുണ്ടാവില്ല എന്നാണ് എന്റെ ഒരു നിഗമനം. അദ്ദേഹം ഈ CM വലിയുള്ളായിലെ CMന്റെ അണ്ടോണയിലൊരു ചരിത്രം പറയുന്നുണ്ട്. അണ്ടോണ ഉഗാണ്ട അല്ല കേട്ടോ, അണ്ടോണ. ഈ അണ്ടോണ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ അണ്ടോണ. ഈ അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ, ഈ മുസ്ലിയാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചരിത്രം പറയണ കേൾക്കണം. ഇതൊക്കെ കേട്ടാൽ നമ്മളിങ്ങനെ തരിച്ചിരുന്നു പോകും. അപ്പൊ അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. കേട്ടല്ലോ, ഇതാണ് അണ്ടോണയിലെ കറാമത്ത്. ഇത്തരം ജീവികളാണ് ഞങ്ങൾ, ദീനിന്റെ ആൾക്കാരാണ്, ഞങ്ങളാണ് അഹ്ലുസുന്ന എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പുറകിൽ കുറെ ആളുകളുണ്ട്. നേർച്ച നടത്താനും പൂരം നടത്താനും ഒക്കെ ആയിട്ട് കുറെ ആളുകളുണ്ട്. അവിടെ കുറെ DJ ഡാൻസ് വെക്കാനൊക്കെ കുറെ ആളുകളുണ്ടാവും. നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ആളുകളുടെ, മുസ്ലിങ്ങളുടെ അഖീദപരമായിട്ട് വിശ്വാസപരമായിട്ടുള്ള ആ ഒരു ഇസ്ലാമിന്റെ സ്ട്രക്ചറിൽ നിന്ന്, അഖീദപരമായിട്ടുള്ള വിശ്വാസത്തിൽ നിന്ന് ആളുകളെ തെറ്റിച്ച് കളയുന്ന ഇത്തരം മുസ്ലിയാക്കന്മാരെ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദീനില് ഇത്തരം കാര്യങ്ങളൊന്നും വിശുദ്ധ ഇസ്ലാമിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായ പ്രമാണങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. അതിനകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, തറത്തു ഫീക്കും അംറൈൻ, നിങ്ങൾ രണ്ട് കാര്യം വിട്ടിട്ടാണ് ഞാൻ പോണത്. ഒന്നെന്താണ്? കിതാബുല്ലാ, അള്ളാഹുവിന്റെ ഗ്രന്ഥാണ്, വസുന്നത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. ഇത് രണ്ടും ഈ സമൂഹത്തിന്റെ ഇടയിൽ, ഈ ജനങ്ങൾക്കിടയിൽ വിട്ടിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദീൻ പൂർത്തീകരിച്ചുകൊണ്ട് നമ്മളുടെ ഇടയിൽ നിന്ന് വിട വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം ആളുകളെ തിരിച്ചറിയുകയും യഥാർത്ഥ ഇസ്ലാമിനെ പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കുകയും
അത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രമാണവുമായിട്ട് അത് യോജിച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് പഠിക്കുകയും അതനുസരിച്ച് വിശ്വാസങ്ങളും കർമ്മങ്ങളും ചിട്ടപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുവാൻ, വിജയികളാകുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഹൃദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.